ഹായ് മക്കളെ, നീ അവസാണ് പ്ലസ് 1 എക്കണോമിക്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സും. സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ. ഡേറ്റേനെ എത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഡേറ്റ ഡേറ്റ ഡേറ്റ. ഇനി എന്താണ് ഈ ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്കണോമിക് ഫാക്റ്റുകളെ നമ്പറിന്റെ ബേസിസിൽ പറയുന്നതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനസംഖ്യാ നിരക്ക്, പോപ്പുലേഷൻ റേറ്റ് 10% ആണെന്ന് പറയുക. ഇതെന്താണ്? ഒരു ഡേറ്റ ആണ്. അപ്പം എക്കണോമിക് ഫാക്റ്റുകളെ നമ്പറിന്റെ ബേസിസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡേറ്റ. അത് ക്ലിയർ ആയില്ലേ? ഇനി ഈ ഡേറ്റയെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? ഈ ഡേറ്റയെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് തിരിക്കാം, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡേറ്റ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. യെസ്, അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ക്വാളിറ്റി, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ്, നമുക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടോ എന്നുള്ളത് നമുക്ക് മെഷർമെൻ്റ് ആയിട്ട്, ഇത്ര നമ്പറായിട്ട് നമുക്ക് അളന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ സ്നേഹം, നിനക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അളന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റേനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ, അതായത് നമ്പേഴ്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റേനെയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡേറ്റേനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ക്വാളിറ്റേറ്റീവ് ഡേറ്റ തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ കളറ്, ലിറ്ററസി റേറ്റ്. ഇപ്പോൾ ലിറ്ററസി റേറ്റ് എത്ര പെർസെൻറ്റേജ്, 78% അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ 90, അങ്ങനെ ചോദിക്കില്ലേ? അങ്ങനെ പറയില്ല, നമ്മൾ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പറയില്ലേ? പക്ഷെ എനിക്ക് എത്ര ലിറ്ററസി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അളന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് അളന്ന് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ലിറ്ററസി ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ കളർ നമുക്ക് എന്തായിട്ട് പറയാം? ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് പറയാം, കളർ ഓഫ് അവർ ഹെയർ. ഇനി രണ്ടാമത് വരുന്ന ഡേറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി, കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, നമുക്കുള്ള വരുമാനം, എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്തായിട്ട് പറയാം? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് പറയാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഡേറ്റയെ പറ്റിയാണ്. ഡേറ്റയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് രണ്ടായിട്ട് തിരിക്കുക. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റീനെ പറ്റി പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഇൻ്റലിജൻസ്, എത്രത്തോളം ബുദ്ധി ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അളക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, എക്സ്പോർട്ട്, കയറ്റുമതി, ഇറക്കുമതി, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട് നമ്പറിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഡേറ്റ ക്വാളിറ്റേറ്റീവുമാണ്. ഇതിവിടെ നിങ്ങൾ പഠിച്ച് കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ ഡിഗ്രിയിലായാലും PGയിലായാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അവിടെ നിങ്ങൾ ഈ ഡേറ്റേനെ പറ്റിയൊക്കെ അനലൈസ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടി വരും. കളക്ഷൻ ഓഫ് ഡേറ്റ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊജക്റ്റിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ട് ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ കളക്ട് ചെയ്യാനും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്.